അസ്സലാമലൈക്കും. അച്ചുസ്റ്റമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബറാത്ത് രാവിൻ്റെ അന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയ പായസത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. ബറാത്ത് രാവ് എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിലൊക്കെ മുടങ്ങാതെ പണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന പായസമാണ് പിടിപ്പായസം. പിടിക്കറി എന്ന് പറയും ഞങ്ങളൊക്കെ. പിന്നെ കണ്ണൂർ ഭാഗത്തൊക്കെ കായ്ക്കറി എന്നെങ്ങാനാന്ന് തോന്നുന്നു ഈ സെയിം പായസത്തിന് തന്നെ പറയാം. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ചൊരു പണിയാണ്. ആ ഒരു പിടി ഉരുട്ടണം, അത് വേവിച്ചെടുക്കണം, പിന്നെ തേങ്ങയുടെ 1-ാം പാല് 2-ാം പാലൊക്കെ എടുക്കണം. ആ ഒരു പണി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ കഴിഞ്ഞ വർഷത്തെ ബറാത്തിൻ്റെ അന്ന് പിടിപ്പായസമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പിടിപ്പായസം ഇതുവരെ കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പായസം തന്നെയാണ്. ഞാനിപ്പോൾ ഈ പിടിക്കറിയെക്കുറിച്ച് പറയാൻ കാരണം ബറാത്ത് രാവെന്ന് പറയുന്ന സമയത്ത് എനിക്ക് ആദ്യം ഓർമ്മ വരിക ഈ ഒരു പിടിക്കറി തന്നെയാണ്. എനിക്ക് പായസത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഈ ഒരു പിടിപ്പായസം തന്നെയാണ്. പക്ഷേ ഇന്ന് ഞാൻ ഈ പായസമല്ല കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം ബറാത്ത് രാവിൻ്റെ തലേദിവസമായിരുന്നു ഞാൻ കിച്ചൺ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു നനച്ചുള്ളിയുടെ വ്ളോഗ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കണ്ടു നോക്കിക്കോളെ. കാരണം വീട് മൊത്തമായിട്ടും എങ്ങനെയാണ് എളുപ്പത്തിൽ മടുപ്പില്ലാതെ ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ള ടിപ്പൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് തലേ ദിവസം ഡീപ്പ് ക്ലീൻ ഒക്കെ ചെയ്തിട്ട് ഒരു പരുവായതാണ്. അപ്പോൾ പിന്നെ ഇന്ന് പിടിപ്പായസം ഉണ്ടാക്കാന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം അതിൻ്റെയൊക്കെ ടേസ്റ്റ് വരുന്ന ഒരു അടിപൊളി എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. കാരമൽ സാഗോ പായസം എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഇതിൽ ഞാൻ പഴമൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഏകദേശം നമ്മൾ ആ ഒരു പിടിക്കറിയുടെ ഒക്കെ ടേസ്റ്റും കിട്ടുന്നുണ്ട്. അപ്പം മെയിനായിട്ട് വേണ്ടത് നമ്മളെ ചവ്വരിയാണ്. അതൊരു 2-3 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം സോക്ക് ചെയ്ത് വെക്കാം. ആദ്യം നമ്മൾ ആ ഒരു ചവ്വരി സോക്ക് ചെയ്യാൻ വെച്ചിട്ട് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി എടുക്കാൻ. ഇത് നമുക്ക് സെപ്പറേറ്റ് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോക്ക് ചെയ്ത് വെച്ചാൽ തന്നെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടിക്കോളും. പിന്നെ അത് മാത്രമല്ല പാൽ കിടന്നിട്ട് തിളക്കുന്ന സമയത്ത് വേഗം വേവും. പക്ഷേ സോക്ക് ചെയ്ത് വെക്കണം, എല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പണിയായിരിക്കും. പിന്നെ ചവ്വരി എടുക്കുന്ന സമയത്ത് വലിയ സൈസിലുള്ള ബോൾ എടുക്കുന്നതായിരിക്കും നല്ലത് ചെറുതിനേക്കാൾ. അതാകുമ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവും, പായസം കുടിക്കുന്ന സമയത്തും ടേസ്റ്റ് കൂടുതലുണ്ടാവും. സാബുദാന, ചവ്വരി, സാഗോ എന്നൊക്കെ ഇതിന് പറയും. ഇതുകൊണ്ട് പല റെസിപ്പീസും നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. പായസം മാത്രമല്ല, ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എളുപ്പമാണ് അതൊക്കെ ഉണ്ടാക്കിയെടുക്കാനും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ കാരമൽ സാഗോ പായസമാണല്ലോ, അപ്പം ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. എത്രയാണോ നമ്മൾ ഈ ഒരു പായസം എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഷുഗർ കൂട്ടോ കുറക്കോ ഒക്കെ ചെയ്യുക. എന്നിട്ട് അതൊന്ന് കാരമലായി വരുന്ന സമയത്ത് അതിലോട്ട് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സാധാരണ നോർമൽ പശുവും പാലാണ് എടുത്തത്. ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ഡാർക്ക് ബ്രൗൺ കളർ ആവാൻ വെയിറ്റ് ചെയ്യരുത്. ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് തന്നെ ഇതിൽ പാൽ ഒഴിച്ചു കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കയ്പ്പ് രസം വരും. എന്നിട്ട് പാൽ ഒഴിച്ചിട്ട് തിളക്കാൻ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ചവ്വരി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആ ഒരു പാല് തിളക്കുന്നതിനോടൊപ്പം തന്നെ ചവ്വരിയും വെന്ത് കിട്ടണം. അപ്പോൾ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാകുന്ന സമയത്ത് തന്നെ നമുക്കിതിലോട്ട് ചവ്വരി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ആ ഒരു ചവ്വരി പാല് കിടന്ന് നല്ലോണം വെന്ത് പാലൊക്കെ തിളച്ച് വരുന്ന ആ ഒരു സമയം കൊണ്ട് ഷുഗർ, സോൾട്ട്, ഓയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നങ്ങ് റീഫിൽ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പം കുറേ വർഷമായിട്ട് സോൾട്ടായിട്ട് നമ്മൾ ഈ ഒരു പിങ്ക് ഹിമാലയൻ സോൾട്ട് ഉണ്ടല്ലോ, ഇതാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ വൈറ്റ് സോൾട്ട് എടുക്കാറില്ല. ഇതിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത് മുതൽ ആ ഒരു വൈറ്റ് സോൾട്ട് എനിക്ക് വലിയ താല്പര്യമില്ലാണ്ട. ഇത് നല്ലതാണ്, നമ്മൾ തൈറോയിഡ് പ്രോബ്ലത്തിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് ആദ്യമായിട്ട് വാങ്ങിച്ചത്. പിന്നെ യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം പിന്നെ ഇത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇതിൻ്റെ റോക്ക് സോൾട്ടും ഉണ്ട് പിങ്ക് തന്നെ, അതും വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ. ഇനി ഷുഗർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോമ്പാകുന്ന സമയത്ത് കൂടുതലായിട്ടും വേണ്ടത് ജ്യൂസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ജ്യൂസിന് മെയിനായിട്ട് ഷുഗർ അല്ലേ വേണ്ടത്. പക്ഷേ ഞാൻ അധികം ഷുഗർ എടുക്കാറില്ല. ഞാൻ റൂഹഫ്സ് ഉണ്ടല്ലോ അത് വാങ്ങിയിട്ട് അത് എടുക്കാറാണ് പതിവ്. അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മധുരം ഉണ്ടാവും. അപ്പോൾ ഷുഗർ കുറച്ച് മാത്രമേ എടുക്കാറുള്ളൂ. അതുകൊണ്ട് ഞാൻ മുഴുവനായിട്ടും ഫില്ല് ചെയ്ത് കൊടുക്കുന്നില്ലേ. അപ്പോഴേക്കും പാലൊക്കെ നല്ലോണം തിളച്ച് ചവ്വരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 ചെറിയ സൈസ് നേന്ത്രപ്പഴം 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഒന്നങ്ങ് കൂട്ടി കൊടുക്കുക. ആ ഒരു ചൂടിൽ കിടന്നിട്ട് പഴം ഒന്നങ്ങ് വെന്ത് വരണം. നമ്മൾ ചവ്വരി സെപ്പറേറ്റ് വേവിക്കാതെ സോക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നങ്ങ് ലൂസാക്കി എടുക്കാൻ കുറച്ച് പാല് സെപ്പറേറ്റ് ചൂടാക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ മിക്സ് ചെയ്യുന്ന സമയത്ത് സെപ്പറേറ്റ് പാല് ചേർത്തതുകൊണ്ട് കുറച്ചുകൂടി ഷുഗർ വേണ്ട വരും. അപ്പോൾ ഷുഗർ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചേർക്കാം. എല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം. ആ ഒരു കാരമലിൻ്റെ അതേ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ശർക്കര ചേർക്കുന്നതായിരിക്കും നല്ലത്. ശർക്കര ചെറുതായിട്ടൊന്നങ്ങ് പൊടിച്ചെടുത്തിട്ട് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും പാകത്തിനുള്ള മധുരം ഈ ഒരു പായസത്തിന് കിട്ടിക്കോളും.
പിന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ലൂസായിട്ടാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇത് കട്ടി കിട്ടാനായിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരി കലക്കിയത് എടുത്തിട്ടുണ്ടായിരുന്നത്. പിടിക്കറിയിലൊക്കെ ഇതാണ് ചേർത്ത് കൊടുക്കുക തിക്കായിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഓൾറെഡി നല്ല തിക്കായിട്ടാണ് ഈ പായസം ഉള്ളത്. അപ്പോൾ അത് ഞാൻ ചേർത്തിട്ടില്ല. ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഇതിൽ ഏലക്കാപ്പൊടിയും മധുരം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ ഒരു പായസം ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. പായസം ഏതുമായിക്കോട്ടെ എനിക്ക് നല്ലോണം ചൂടാറിയിട്ട് തണുത്തിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഓയിലൊക്കെ ബോട്ടിലിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒലിവ് ഓയിലും സൺഫ്ലവർ ഓയിലും ഒക്കെ നമുക്ക് ഏതൊരു തണുപ്പുള്ള കാലാവസ്ഥയിലായാലും കുഴപ്പമില്ലാതെ ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ കോക്കനട്ട് ഓയിൽ അങ്ങനെയല്ലല്ലോ. ഒന്ന് തണുപ്പായി വരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അതങ്ങ് കട്ട പിടിക്കും അല്ലേ. എവിടെയായാലും ആ ഒരു പ്രശ്നം ഉണ്ടാവും. ഞാനത് കബോർഡിൽ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, ഓവനിൽ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, എങ്ങനെ വെച്ചിട്ടും കണക്ക് തന്നെ. പിന്നെ നല്ല ചൂട് വെള്ളം പാത്രത്തിൽ എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു ബോട്ടിൽ ഇറക്കി വെച്ചിട്ട് അങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കാറാണ് ഞാൻ. പക്ഷെ പെട്ടെന്നൊരാവശ്യം വരുന്ന സമയത്ത് അത് പോസിബിൾ അല്ല. കാരണം ചൂടുവെള്ളത്തിൽ കുറേ സമയം വെച്ചാലേ ഇത് മെൽറ്റ് ആവും. അതുകൊണ്ട് ഞാൻ എന്താ എളുപ്പപ്പണി എടുക്കാം, ഈ ഒരു ക്യാൻ അങ്ങനെ തന്നെ പോയിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് പകുതി ഉരുകുമൊക്കെ ചെയ്തിട്ട് ഒരു കളി കളിക്കാറാണ്. അപ്പോഴാണ് ഞാൻ ഈ നമ്മൾ ഇത്രയും വലുപ്പമുള്ള ബോട്ടിൽ വാങ്ങിക്കാൻ തുടങ്ങിയത്. കാരണം കട്ട പിടിച്ചാലും സ്പൂൺ ഇട്ടിട്ട് വേഗം വേഗം എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം ഒലിവ് ഓയിലിനൊക്കെ എടുത്ത് ആ ഒരു ബോട്ടിൽ നമ്മൾ ഈ ഒരു കോക്കനട്ട് ഓയിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട പിടിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിൽ നിന്ന് എടുക്കാൻ. അങ്ങനെ എടുത്തെടുത്ത് ഇതാ അതിൽ പറ്റി പിടിച്ച് കിടക്കുന്ന കണ്ടില്ലേ, അതൊക്കെ ബാക്കിയായി. ഇനിയിപ്പോൾ അത് മെൽട്ടാണെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇടണം, അല്ലെങ്കിൽ തീയുടെ സൈഡിൽ കൊണ്ടുപോയി വെക്കണം. അങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്താണ് ഞാനൊരു വീഡിയോ കണ്ടത്. ഇതുപോലെ കട്ട പിടിച്ച വെളിച്ചെണ്ണ പെട്ടെന്ന് മെൽട്ടായി കിട്ടാനും പിന്നെ അത് കട്ട പിടിക്കാതിരിക്കാനുള്ളൊരു ടിപ്പ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചതാണ്. സംഭവം വേറൊന്നുമല്ല, നമ്മൾ ഒലിവ് ഓയിൽ ഉണ്ടല്ലോ, ആ ഒരു ഒലിവ് ഓയിൽ ഈ കട്ട പിടിച്ച കോക്കനട്ട് ഓയിലേക്ക് ഒരു ഇത്തിരി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് വെച്ചാൽ അതങ്ങ് മെൽട്ടായി വരും. പിന്നെ അത് കട്ട പിടിക്കുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണയുടെ ക്യാനിലേക്ക് ഞാൻ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ കിടന്നിട്ട് മെൽട്ടാവാൻ നോക്കാം. അപ്പോഴേക്കും നമ്മളെ പായസമൊക്കെ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുടിക്കാം. നല്ല ചൂടുള്ള മധുരം ഇടാത്ത കട്ടൻ ചായയുടെ കൂടെ അടിപൊളി കോംബോ ആണ് കേട്ടോ ഇത്. ഈ കറക്റ്റ് തിക്നെസ്സോട് കൂടിയിട്ട് വേണം പായസം എടുക്കാൻ. ഇതിലും കുറച്ചുകൂടി തിക്കായി പോവുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ പാല് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മധുരം നോക്കിയിട്ട് പഞ്ചസാര കൂട്ടോ കുറക്കോ ഒക്കെ ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമ്മളെ പിടിക്കറി പോലെ തന്നെ ഇരിക്കും തോറും കുറച്ചങ്ങ് കട്ടിയായിട്ട് വരും. അപ്പോൾ ഈ ഒരു ലൂസിൽ വേണം നമ്മളിത് എടുക്കാൻ. കൂടുതൽ തിക്കായി പോയാൽ പിന്നെ കുറേ വെക്കുന്ന സമയത്ത് നല്ലോണം തിക്കായി പോകും. അപ്പോൾ ഇതിപ്പം കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നങ്ങ് ചൂട് മാറിയിട്ട് നമുക്കിത് തണുപ്പിച്ചിട്ട് കഴിക്കാം. നല്ല ചൂടുള്ള കട്ടൻ ചായയുടെ കൂടെ നല്ല തണുത്ത ഈ ഒരു പായസം കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാം, ബറാത്ത് രാവാണ്. ബറാത്ത് നമ്മുടെ നാട്ടിലെല്ലാം ബറാത്ത് നോമ്പ് വെക്കും. അപ്പോൾ ഇത് എല്ലാ കൊല്ലവും നാട്ടിലാണെങ്കിൽ സ്പെഷ്യൽ പായസം ഉണ്ടാവും. അങ്ങനെ ഇന്ന് ഞമ്മക്കെല്ലാം വേണ്ടിയിട്ട് നിങ്ങളുടെ ഉമ്മി ഒരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ വെയിറ്റ്. അപ്പോൾ എന്താ സ്പെഷ്യൽ? ബറാത്ത്. ബറാത്ത് നാളെയാണ്. ഇന്ന് രാത്രി, നാളെ നോമ്പ് വെക്കണം. ഓക്കെ, അപ്പൊ ആ പായസാണിത്, ബറാത്തിന്റെ പായസം. അപ്പം എല്ലാവർക്കും എന്താക്കാം, സെർവ് ചെയ്തോ. പായസം ഞാൻ എന്താക്കി തരാം, ഒഴിച്ചു തരാം. ലിറ്റിൽ മതി. ഓക്കെ, ഒരാൾക്ക് ലിറ്റിൽ മതി. കുടിച്ചിട്ട് പിന്നെ ആസിയാണെന്ന് പറഞ്ഞത് അവൾ കുടിച്ച് കഴിഞ്ഞതാ നേരത്തെ. ജമലൊന്ന് കുറച്ച് വെച്ചാൽ കുറച്ച് അമ്മി പറഞ്ഞ കുറച്ച് മതി. ഇനി സ്പൂൺ എടുത്തോ. ഓക്കെ, എനിക്ക് വേണം. ഓക്കെ, ചായ അതാ. ചായ വേണം. ഓക്കെ, കാരമൽ സാഗോ പായസം. കുറച്ച് പായസം നമ്മൾ അപ്പുറത്തുള്ള വീട്ടിലൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ ഞാൻ നോമ്പെടുക്കാൻ വേണ്ടി പുലർച്ചെ എണീറ്റ സമയത്താണ് നമ്മൾ ഈ ഒരു ഓയിൽ എന്തായി എന്ന് നോക്കുന്നത്. അതൊരു മാറ്റവും ഇല്ല, അങ്ങനെ തന്നെ കട്ട പിടിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് മറ്റേ ബോട്ടിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് നല്ല ചൂടുള്ള വെള്ളത്തിൽ ഇട്ടിട്ട് മെൽട്ടാക്കി എടുത്തിട്ടാണ് ഇത് മറ്റേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്.
ഇനിയിപ്പം മെൽട്ടായ വെളിച്ചെണ്ണയിലേക്കാണോ ഒലിവ് ഓയിൽ ഒഴിക്കേണ്ടത് എന്ന് അറിയില്ലല്ലോ. ഞാനിപ്പം കട്ട പിടിച്ച വെളിച്ചെണ്ണയിലേക്കാണല്ലോ നേരത്തെ ഒഴിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇതാ മെൽട്ടായതിലേക്കും ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഇത് വീണ്ടും കട്ട പിടിക്കുമെന്നൊക്കെ കണ്ടറിയണം. അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ പറയാം. ഇനിയിപ്പം വേറെന്തെങ്കിലും ടിപ്പ് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു എൻ്റെ ബറാത്ത് രാവിലെ വിശേഷങ്ങൾ. നിങ്ങളൊക്കെ എന്ത് പായസമാണ് കുടിക്കുകയൊക്കെ ചെയ്തത്, ഏത് പായസമാണ് ഉണ്ടാക്കിയത്, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.